ഹായ് ഗായ്സ്, ഞാനിന്ന് ബാംഗ്ലൂർ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്, മോളെടുത്തുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ബാംഗ്ലൂർ പാലസിലേക്ക് പോകുന്നതാണ്. അപ്പോഴത്തേക്ക് ഭയങ്കര ട്രാഫിക്കലാണ്. വണ്ടി പോകാൻ ഇങ്ങനെ സ്റ്റോപ്പ് അപ്പോൾ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ട്രാഫിക് തന്നെ. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഞാനിപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെയിലെ ഒരു വീഡിയോസ് കാണിക്കാം. അതിൻ്റെ ഇടയിൽ പോകുന്ന സമയത്ത് കിട്ടുകയെന്നുണ്ടെങ്കിൽ ചെറിയ ഇതിൽ കുറച്ച് ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ, കാഴ്ചയെല്ലാം കാണിച്ചു തരാം നമ്മൾ. അതെ. നമ്മൾ പാലസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെയിലെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പാലസ് ബാംഗ്ലൂർ. നമ്മളെ ഓട്ടോ അടുത്തേക്ക് പോകുന്നുണ്ട്. നമ്മ തന്നെ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുവിടാന്നാണ് പറയുന്നത്. കിട്ടിയാൽ കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ പുറത്തെ കാഴ്ചയെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ബാംഗ്ലൂർ പാലസ്. ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ഉള്ളിലത്തെ കാഴ്ചകളൊന്നും അധികം കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. പുറത്തത്തെ കാഴ്ചകൾ കാണിക്കാം. ഉള്ളിൽ പോയി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാകുമ്പോൾ അവിടെയുള്ള കാഴ്ചകൾ മൊത്തം കാണിച്ചു തരാം. ഉള്ളിൽ അങ്ങനെ കാണിക്കുന്നില്ല. ഓക്കെ, പാലസിൻ്റെ ഉള്ളിൽ ഭയങ്കര ചരിത്രപരമായ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, കാണാനുമുണ്ട്. നല്ല കാഴ്ചകളാണ് അവിടെ. നമുക്ക് അവരെ ഓരോ ചരിത്രം പറയുന്ന ഓഡിയോ കേൾക്കാനുള്ള കഴിവുണ്ട്. അല്ല, കാണിച്ചു തരുന്നവർ ഓഡിയോ. ഇപ്പോൾ പിന്നെ അതങ്ങനെയൊന്നും നമുക്ക് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പുറത്ത് ഭയങ്കര പൂന്തോട്ടം കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് പുറത്ത്. ആ കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരാം. പുറത്ത് നല്ല പൂക്കളും കുറേ കാഴ്ചകളെല്ലാം കാണാനുണ്ട് കേട്ടോ. ഞാൻ പുറത്തുനിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്തിന്, മോളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെ പുറത്തത്തെ വീഡിയോസൊന്നും എടുത്താലും തീരില്ല. അപ്പോൾ കുറച്ച് അവിടെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അധികം പൂക്കൾ തന്നെ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ.